ചൂട് കനത്തതോടെ കടലിൽ നിന്നുള്ള മത്സ്യങ്ങളുടെ ലഭ്യതയിലും വലിയ കുറവ്. കടലിൽ ചൂട് കൂടുന്നതിനാൽ മത്സ്യങ്ങൾ മുകൾ തട്ടിലേക്ക് വരാതെ ചൂട് കുറഞ്ഞിടത്തേക്ക് പോകുന്നതാണ് മത്സ്യലഭ്യത കുറയാൻ കാരണം. ഓരോ ദിവസം കഴിയുന്തോറും അന്തരീക്ഷ താപനില ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മത്സ്യലഭ്യതയിലും വലിയ കുറവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സമുദ്ര താപനിലയിലുണ്ടാകുന്ന ചെറിയ വ്യതിയാനം പോലും മത്സ്യസമ്പത്തിനെ ഏറെ ദോഷകരമായി ബാധിക്കുകയാണ്. താപനില കൂടിത്തുടങ്ങുമ്പോൾ തന്നെ മത്സ്യങ്ങൾ ഉൾക്കടലിലേക്ക് പോകുന്നതാണ് ഇതിന് കാരണം. താപനില കൂടുതലായതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ ദിവസം കടലിൽ തങ്ങാനുമാകുന്നില്ല. സാധാരണയായി യഥേഷ്ടം ലഭിക്കുന്ന വിവിധ ഇനം ചെമ്മീനുകൾ, മത്തി തുടങ്ങിയവയുടെ ലഭ്യതയിലും നന്നെ കുറവ് വന്നിരിക്കുകയാണെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ചൂട് ജാസ്തിയായ മത്സ്യലഭ്യത കുറയാൻ കാരണം മത്സ്യങ്ങൾ അടിത്തട്ടിലേക്ക് പോകുന്നുണ്ട്. അടിത്തട്ടിൽ പോയി ചൂണ്ടിക്കാർക്ക് മീൻ കിട്ടാനുള്ള ചാൻസ് ഇല്ല, സാധ്യത കുറവായ അടിസ്ഥാനത്തിൽ മീൻ ലഭ്യത കുറയുന്നു. അങ്ങനെയാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ഈ അഭയം പ്രാപിക്കുന്നത്. ഇപ്പം ഇവിടെ മീൻ മത്സ്യം വരുന്നത് ഈ ഗുജറാത്ത്, ആന്ധ്ര, കർണാടക ഭാഗത്തുള്ള മീൻ മത്സ്യം. അതുകൊണ്ടാണ് ഇത്രയും മത്സ്യം നികത്തുന്നത്. എന്നിട്ടും മീൻ വില കൂടുതലായതില്ല. മീൻ വില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നും മത്തി വെക്കുന്നത് 100 രൂപ 100 രൂപ മത്തി വെക്കുന്നുണ്ട്. അതിന് 200 രൂപ അതിന് വെക്കുന്നുണ്ട്. മറ്റുള്ള നെമ്മീനാണ് കുറച്ച്, അതേ അയക്കൂറാണ് കുറച്ച് ലഭ്യത കുറച്ച് കുറവ്. അത് വില കുറച്ച് കൂടുതലുണ്ട്. 800-900 രൂപ ഉണ്ട്. പിന്നെ മറ്റുള്ള ചെമ്മീനിന് വിൽപ്പന പല കോലത്തിൽ വിൽപ്പനയുണ്ട്. 100 രൂപ മുതൽ ഒരു 500 രൂപ വരെ ചെമ്മീനുണ്ട്. ചെറു മത്സ്യങ്ങളുടെ ലഭ്യത ഗണ്യമായി കുറഞ്ഞത് ചെറുതോണികളിലും വള്ളങ്ങളിലും മീൻപിടിച്ച് ഉപജീവനം നടത്തുന്നവരെയും ഏറെ പ്രതിസന്ധിയിലാക്കുകയാണ്. അതേസമയം സമുദ്ര താപനില ക്രമാതീതമായി ഉയരുന്ന ഇന്ത്യൻ ഓഷ്യൻ ഡൈപോളർ എന്ന പ്രതിഭാസമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. 2 അതിലധികമോ ദിവസം മഴ ലഭിച്ചാൽ സമുദ്ര താപനില സാധാരണ നിലയിലേക്ക് എത്തുമെന്നും വിദഗ്ധർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.